മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായയ്ക്കും പുത്തനത്താണിക്കുമിടയിൽ തൃശൂർ കോഴിക്കോട് ഹൈവേയിൽ പുത്തനത്താണിയിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിപുരാതനവും അതിപ്രശസ്തവുമായ ചന്ദനക്കാവ് ക്ഷേത്രത്തിലെത്താം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമായ ചന്ദനക്കാവ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹം ഗുരുവായൂരിലേക്ക് നാരായണീയം രചിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിലുള്ള മച്ചിലുള്ള ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഗുരുവായൂർക്ക് നാരായണീയം എഴുതാൻ പോയത്. പത്തേക്കറിലധികം വരുന്ന പ്രകൃതി രമണീയമായ ഈ പുണ്യഭൂമിയിൽ വലിയ വൃക്ഷങ്ങളും ചെറിയ സസ്യലതാദികളും വള്ളിപ്പടർപ്പുകളാലും സമ്പന്നമാണ് ക്ഷേത്രം. കാനന ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്തസുന്ദരമായ ഈ കാവിനുള്ളിൽ നാനാവിധ പക്ഷികളും ചെറിയ ചെറിയ ജീവജാലങ്ങളും പുൽച്ചെടികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതിനാൽ അതിമനോഹരമായ അനുഭവമാണ്. വനാന്തരങ്ങളിൽ 18 പ്രതിഷ്ഠങ്ങളാൽ നിലകൊള്ളുന്നു. ഭഗവതിയും തൊട്ട് ഇടതുഭാഗത്ത് യവനിക്ഷനും, കാരായ ഭഗവതി, ഈറ്റിലത്തമ്മ, ശാസ്താവ്, വനദുർഗയായ വള്ളിക്കാവിലമ്മ, അതുപോലെ ഗണപതി ക്ഷേത്രത്തിലെ 5 പ്രതിഷ്ഠകളായ ത്രിമൂർത്തിയും ഗണപതി സരസ്വതിയും, സുബ്രഹ്മണ്യനും കിഴക്കാവ് വേട്ടക്കാരും, അതേപോലെ മഹാവിഷ്ണു, ചുമർചിത്രമായ ഗരുഡനും കൃഷ്ണനും, പിന്നെ ഗണപതിയും, അത്രയും 18 പ്രതിഷ്ഠകളാൽ സമ്പൂർണ്ണമാണ് ഈ ക്ഷേത്രം. ചന്ദനമരങ്ങളുടെ ആധിക്യം വളരെ പണ്ടുമുതലേ ഉണ്ടായിരുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിന് ചന്ദനക്കാവ് എന്ന പേര് വന്നു ചേർന്നത്. ഗുരുപവന പുരേശനെ ഉപാസിക്കുകയും ശ്രീമദ് നാരായണീയം രചിക്കുകയും ചെയ്ത ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദരുടെ കുടുംബത്തിന് പൂർവികമായി അവകാശപ്പെട്ട സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ ചന്ദനക്കാവ്. പ്രധാന പ്രതിഷ്ഠകളിൽ നിത്യപൂജ, ത്രികാലപൂജ അനുഷ്ഠിച്ചു വരുന്നു. പ്രധാന വഴിപാടുകളായ സന്താനലബ്ധിക്കും അതേപോലെ തന്നെ സ്വയംവര സിദ്ധിക്കും പ്രധാന വഴിപാടുകളാണ്. 3 ദിവസം 3 മാസം അടുപ്പിച്ച് ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് വഴിപാടുകൾ. പിന്നെ ത്രികാലപൂജ, പാൽപ്പായസം, അതേപോലെ ത്രിമധുരം തുടങ്ങിയ മറ്റു വഴിപാടുകൾ ഇവിടെ നിത്യേന അനുഷ്ഠിച്ചു പോരുന്നു. പണ്ട് വേദാധ്യാപനത്തിന് പേരുകേട്ട ക്ഷേത്രമായിരുന്നു ഇത്.
പണ്ഡിതശ്രേഷ്ഠനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വേദാധ്യാപനം നടത്തിയത് ഇവിടെയാണ്. മനോഹരമായ ഈ ക്ഷേത്രഭൂമിയിൽ 18 ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. ഗരുഡവാഹനാണ് കൃഷ്ണൻ. അത് ഗജേന്ദ്രമോക്ഷം, നാരായണീയത്തെ ഗജേന്ദ്രമോക്ഷത്തെ ആസ്പദമാക്കി രചിച്ചാണെന്ന ഐതിഹ്യം. പൂർണ്ണ പുഷ്കര എന്നുള്ള ശാസ്ത്ര പ്രതിഷ്ഠയും കൂടി ഇവിടെ നിലകൊള്ളുന്നു. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് മച്ചിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ അദ്ദേഹം വാതരോഗം പിടിപെട്ട് ഗുരുവായൂർക്ക് നാരായണീയ രചനയ്ക്കായി പോകുന്നതിന് മുന്നോടിയായി ചന്ദനക്കാവിൽ ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. ചന്ദനക്കാവ് ഭഗവതി സാക്ഷാൽ ഭദ്രകാളി സങ്കല്പത്തിലാണ്. ദേവിയുടെ കൂടെ അതേ പീഠത്തിൽ ദേവിയുടെ ഇടതുഭാഗത്ത് യവനീക്ഷൻ എന്ന ശൈവശക്തിയും കുടികൊള്ളുന്നു. ഈ ക്ഷേത്ര മതിലിനകത്ത് തന്നെ 2 ചെറിയ ശ്രീകോവിലുകളിലായി കരാത ഭഗവതിയും ഗർഭരക്ഷാംബികയായ സാക്ഷാൽ ഈറ്റില്ലത്തമ്മയും കുടികൊള്ളുന്നു. ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിലായിരുന്നു പണ്ട് വേദപഠനം നടന്നിരുന്നത്. ദേവിയുടെ ഇഷ്ട വഴിപാടുകളായ കളമ്പാട്ട് ഗുരുതി എന്താ വെച്ചാൽ വർഷത്തിൽ 6 മാസം ഗുരു 6 മാസം കളമ്പാട്ട് എന്നാണ് ദേവിയുടെ ഇഷ്ട വഴിപാട്, പ്രധാന വഴിപാട്. അതിൽ 8 പറക്കൽ പ്രധാന വഴിപാടായിട്ട് ഭക്തന്മാർ നേർന്നു പോവുകയും ഉദ്ദിഷ്ടകാര്യസിദ്ധ്യം ലഭ്യമായതിനാൽ ഇവിടെ വന്ന് ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് ഗുരുതിയും കളമ്പാട്ടും. ഈ ഗണപതി ക്ഷേത്രത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരേ ശ്രീകോവിലിനകത്ത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളും വിഘ്നേശ്വരനും വിദ്യാരൂപിണിയായ സരസ്വതിയും അടക്കം 5 പ്രതിഷ്ഠകളാണുള്ളത്. വിഷ്ണു ക്ഷേത്രം മറ്റൊരു അത്ഭുതമാണ്. വട്ടശ്രീകോവിലിനുള്ളിൽ ചതുർബാഹുവായ സാക്ഷാൽ വൈകുണ്ഠനാഥൻ. ഈ ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വരച്ച ഗണപതി, ഗരുഡാരൂഢനായ കൃഷ്ണൻ എന്നീ 3 ചിത്രങ്ങളുണ്ട്.
പ്രസവരക്ഷാംബിക ഈറ്റിലത്തമ്മ നിലകൊള്ളുന്നു ദേവിയുടെ വലതുഭാഗത്തായിട്ട്. പ്രസവരക്ഷ എന്താ വെച്ചാൽ അതുകൊണ്ട് 7-ാം മാസത്തിലെ വഴിപാട്, ഗർഭിണി വഴിപാട് വരെ വിശേഷമാണ്. ഗർഭിണി പട്ട് ഉഴിഞ്ഞ് ചാർത്തലാണ് ഇവിടെ പ്രധാന വഴിപാടുകൾ. പിന്നെ അതുമായി സംബന്ധിച്ച് മറ്റു പുഷ്പാഞ്ജലികൾ, കാര്യസാധ്യ പുഷ്പാഞ്ജലികൾ, പിന്നെ ത്രികാലഭുജ, നിറമാല, ചുറ്റുവിളക്ക്, പിന്നെ മറ്റു വഴിപാടുകൾ, വിശേഷാൽ വഴിപാടുകൾ ഇവിടെ നടത്തിത്തരുന്നു. നിത്യനിവേദ്യങ്ങളും പൂജകളുമുള്ള ഈ ചിത്രങ്ങൾ അടക്കമാണ് 18 പ്രതിഷ്ഠ. പിന്നെ അയ്യപ്പ പ്രതിഷ്ഠയും ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന വള്ളിക്കാവിലമ്മയുടെ പ്രതിഷ്ഠയും, മുൻപ് ഒരേ ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യന് ഒരു ശ്രീകോവിലും വേട്ടയ്ക്കൊരു മകൻ കിഴക്കേക്കാവിലെ ദേവിക്ക് മറ്റൊരു ശ്രീകോവിലുമായി പണിത 2 ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. മീനമാസത്തിലെ ഉത്രം നാളിലാണ് ചന്ദനക്കാവിലമ്മയുടെ പ്രതിഷ്ഠാ ദിനം. അന്നു തന്നെയാണ് കളമ്പാട്ട് കൂറയിടുന്നതും. മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പിൽ പോയി അവകാശിയായ മറവഞ്ചേരി നമ്പൂതിരി പുണ്യാഹശുദ്ധി വെള്ളരി പൂജ കഴിഞ്ഞു വന്നു വേണം പാട്ട് കൂറയിടാൻ. മാസത്തിലേറെ വരുന്ന വഴിപാടാണ് കളമ്പാട്ട്. പാട്ടിനവസാനം ദേവിക്ക് താലപ്പൊലി മഹോത്സവം. ഉത്സവത്തലേന്ന് ശംഖനാദം മുഴക്കുന്നതോടെ ഉത്സവം ആരംഭിക്കുകയായി. ഉത്സവ ദിവസം പുലർച്ചെ എരുതക്കൊട്ട് തുടർന്ന് ക്ഷേത്ര ചടങ്ങുകളും വൈകുന്നേരം പുറത്തെ വെളിച്ചപ്പാട്, പൂതൻ, മറ്റു വരവുകൾ, തിടമ്പെഴുന്നള്ളിപ്പ്, പിറ്റേന്ന് പുലർച്ചെ കൂറ വലിക്കുന്നതോടെ പാട്ടിന് വിരാമവുമായി. ഗണപതി ക്ഷേത്രത്തിൽ എടവത്തിലെ അത്തം, അയ്യപ്പ ക്ഷേത്രത്തിൽ എടവത്തിലെ തിരുവോണം, സുബ്രഹ്മണ്യൻ കിഴക്കേക്കാവിലമ്മ വേട്ടയ്ക്കൊരു മകൻ മേടത്തിലെ ചിത്രയും പ്രതിഷ്ഠാദിനമായി കൊണ്ടാടുന്നു. മറ്റെങ്ങുമില്ലാത്ത പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രത്തിലെ വഴിപാടുകളാണ് അഭീഷ്ടസിദ്ധിക്ക് കളമ്പാട്ട്, ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും ഗുരുതി, മംഗല്യപൂജ, ഗർഭരക്ഷാപൂജ, സന്താനപൂജ, വിദ്യാപൂജ, കാര്യസാധ്യങ്ങൾക്കനുസൃതമായി നിരവധി പൂജകളും നടത്തിവരുന്നു.
ചന്ദനക്കാവിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ്. തിരൂരിൽ നിന്നും ബസ് മാർഗം ചന്ദനക്കാവിൽ എത്തിച്ചേരാം. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും, പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വര മന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും, ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയായും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹമെന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതാണെന്നാണ് അർത്ഥം. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടിയേറും.